ചേച്ചിയെ കണ്ടാലറിയാം പാവമാണെന്ന്. ഈ ചേച്ചി ഞാനെന്താടി റൗഡിയാ? ഇത് എല്ലാവരും എടുത്തോ എടുത്തോ. വാ മോനെ എടുത്തോ എടുത്തോ. വാ 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 എടുത്തോ എടുത്തോ. മമ്മിക്ക് നല്ല പരിചയമുള്ള സ്ഥലാ. ഞാൻ അതും കൊണ്ട് വന്നതാ. നവീൻ, ഞാനിവിടെ ഒരു കൺസ്ട്രക്ഷന് വേണ്ടി വന്നതാ. അതിന്റെ കാര്യം പറഞ്ഞ് ഓരോന്നാലോചിച്ച് തലകറങ്ങി നിൽക്കുമ്പോഴാ ഗാഥമഠത്തെ കാണുന്നത്. ഇനിയിപ്പോ സാറ് കാര്യങ്ങൾ ഗാഥമഠത്തെ അങ്ങ് ഏൽപ്പിച്ചോന്നേ, പ്രശ്നം കഴിയല്ലോ. എന്താ നവീൻ? ഗാഥമോളെ പരിചയപ്പെട്ടോ? ഈ ആശ്രമവുമായി വളരെ ബന്ധമുള്ള ആളാ ഗാഥയുടെ മമ്മി സിത്താര. സിത്താരയുടെ കനപ്പെട്ട സംഭാവനകളാ പലപ്പോഴും ഞങ്ങൾ നിലനിർത്തുന്നത്. അമ്മ ആരേക്ക് ഈ പരിചയപ്പെടുത്തുന്നത്? ഗാഥമഠം നവീൻ സാറിന്റെ ഭാര്യയാ. ഈശ്വര, എന്താ ഈ കേക്കണത്? അങ്ങനെ ഒരു കാര്യം ഞാൻ ചിന്തിച്ചുകൂടിയില്ല. അപ്പൊ പിന്നെ അത് വിശേഷായല്ലോ. നവീനും ഗാഥയും ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട കുട്ടികളായി. അത് മാത്രല്ല അമ്മേ, നേരത്തെ നമ്മൾ പറഞ്ഞ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ ഇല്ലേ, അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് ഗാഥമഠം. ഗവൺമെന്റിന്റെ പുനരധിവാസ പ്രോജക്റ്റ് ഇല്ലേ, മന്ത്രിസഭ കൈയടിച്ച് പാസ്സാക്കിയത്, അത് വരയ്ക്കുകയും വിശദീകരിക്കുകയും ചെയ്ത ആളാണ് ഈ നിൽക്കുന്നത്, സാറിന്റെ ഭാര്യ ഗാഥമഠം. അതെയോ? ഇങ്ങനെ ഒരാള് കയ്യിലുണ്ടായിട്ടാണോ നവീൻ കുറച്ചു നേരത്തേക്ക് ടെൻഷൻ പോലെ നിന്നിരുന്നത്? അല്ലമ്മേ, ഗാഥ മമ്മിയുമായിട്ട് വേറെ കുറച്ച് തിരക്കിലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ കാര്യം ചിന്തിക്കായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഗാഥമഠം പ്ലാൻ വരയ്ക്കട്ടെ, സാർ ആ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ സാങ്ഷനും മേടിക്കാം, നമ്മൾ ഉദ്ദേശിച്ച ഡേറ്റിൽ തന്നെ പണിയും തുടങ്ങാം. അല്ലേ? ഈശ്വരൻ എന്നും ഒരു അനുഗ്രഹമായിട്ട് ഈ ആശ്രമത്തിന് മുകളിലുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ഒന്നുചേരലുകളും ഇവിടെ വെച്ച് സംഭവിക്കുന്നത്. നവീൻ, ഞാനിപ്പോ അതൊന്നും ചെയ്താൽ ശരിയാവില്ല. എനിക്ക് മമ്മിയുടെ അടുത്തേക്ക് തിരിച്ചു പോണം. എടോ, ഇത് കുറച്ചു നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. താൻ വന്നേ വന്നേ ഗാഥ. മഴ ചെല്ല്. ഈ മാസമൊക്കെ ഇവിടുന്ന് വന്ന് ചാടുന്നതെന്തോ. കണ്ടോ കസ്തൂരി, ബന്ധങ്ങൾ ദൈവം വിളക്കി ചേർക്കുന്നത് തന്നെയാണെന്ന് പറയുന്നത് എത്ര ശരിയാ. ഇന്നലെ വരെ ഗാഥയായാലും നവീനായാലും എവിടെയോ ഉള്ള രണ്ട് കുട്ടികളായിരുന്നു നമുക്ക്. ഇന്നിപ്പോ അവര് നമ്മുടെ സിത്താരയുടെ സ്വന്തം, നമുക്കും സ്വന്തം. മോളെ ഇങ്ങൊന്നേ. എന്താ മോളുടെ പേര്? വൈഷ്ണവി. നല്ല പേരാട്ടോ. മോള് പോയിട്ടെ അവരെ കൂടി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ. വിളിച്ചോണ്ട് വാടോ, പറയാം. എന്താ കാര്യമെന്ന് ഇവര് ചോദിക്കുന്നത്. അപ്പോ വൈഷ്ണവിയാണോ അവരുടെ ലീഡർ? അവളാ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്മാർട്ട്. മിടുക്കി. അതെ, ഈ ചേച്ചിയുടെ പിറന്നാളാ. ഞങ്ങള് നിങ്ങളുമായിട്ട് പിറന്നാൾ ആഘോഷത്തിന് വന്നതാ. അങ്ങനെയാണെങ്കിൽ ആശ്രമത്തിലെ അമ്മയെ കാണണം. അമ്മയോടാണ് സംസാരിക്കേണ്ടത്, ഞങ്ങളോടല്ല. അതൊക്കെ അമ്മയെ കണ്ടിട്ട് ഞാൻ സംസാരിച്ചോളാം. ഇപ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ലഡു കൊണ്ടുവന്നിട്ടുണ്ട്. ചേച്ചിയുടെ വീട് എവിടെയാ? ഇവിടെ തൊട്ടടുത്താ. ഇനി എല്ലാ വർഷവും ചേച്ചിയുടെ പിറന്നാള് ചേച്ചി ആഘോഷിക്കാൻ പോകുന്നതേ നിങ്ങളുടെ കൂടെയാ. ആണോ? പിന്നെ അത് മാത്രല്ല, ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോ ചേച്ചിയും കളിക്കാൻ കൂട്ടണം കേട്ടോ. നോക്കാം. അപ്പൊ എന്നെയോ? ഈ ചേച്ചിയെ പോലെ അല്ല ഈ ചേച്ചി. ചേച്ചിയെ കണ്ടാലറിയാം പാവമാണെന്ന്. ഈ ചേച്ചി
ഞാനെന്താടി റൗഡിയാ? ഇതാ എല്ലാവരും എടുത്തോ എടുത്തോ. വാ മോനെ എടുത്തോ എടുത്തോ. വാ 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 എടുത്തോ എടുത്തോ. ഗാഥ, അപ്പൊ ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഇതനുസരിച്ചൊരു പ്ലാൻ വേണം താൻ വരയ്ക്കാൻ. ഗാഥയുടെ ഇരിപ്പ് കണ്ടിട്ട് അന്തം വിട്ടുപോയ മട്ടുണ്ടല്ലോ. എല്ലാം നടക്കോ? ഗാഥമാടത്തിന്റെ കഴിവെന്താന്ന് ഞാനും സാറ് നേരിട്ട് കണ്ടിട്ടുള്ളോ? ഓ ഓ കുറെ കഴിവുകൾ ഞാനും കണ്ടിട്ടുണ്ട്. എന്തോന്നു? എന്നാ പിന്നെ അമ്മാവനൊരു കാര്യം ചെയ്യും. അമ്മാവന് സ്കെച്ചങ്ങ് വരയ്ക്കേ. ആ, അമ്മാവൻ അറിയാത്ത കാര്യങ്ങളിൽ ആവശ്യമില്ലാത്ത അഭിപ്രായം പറയാൻ ആ. നിൽക്കരുത്. ശരി, ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. പക്ഷെ പ്ലാൻ വരച്ചു കഴിഞ്ഞാൽ ഞാൻ അഭിപ്രായം പറയും. ആ നേരത്ത് ആർക്കും ബുദ്ധിമുട്ട് തോന്നരുത്. ഏ? ഓ ആ. ശരി. ആ. ഗാഥ, താൻ സ്റ്റാർട്ട് ചെയ്യുമല്ലേ? ഇവിടെ ഇരുന്നിട്ട് എങ്ങനെയാ നവീൻ? എനിക്കെന്തോ ഇവിടെ ഇരുന്നിട്ട് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യൂ, ഗാഥമോൾക്ക് വേറൊരു മുറി ശരിയാക്കി കൊടുക്കാം. സ്വസ്ഥമായിട്ടിരിക്കട്ടെ. എങ്കിൽ നന്നായി അമ്മേ. ഇതൊരു ക്രിയേറ്റിവിറ്റി വേണ്ട ജോലിയാണല്ലോ. ഗാഥ, താൻ ഓക്കെ അല്ലേ? നവീൻ, അതിപ്പോ പെട്ടെന്നായതുകൊണ്ട്. കുഞ്ഞുങ്ങളുടെ കാര്യമല്ലേ, താൻ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ അതിപ്പോ എല്ലാ കളറിലുള്ള സ്കെച്ച് പെന്നും മറ്റും വേണം. അതിപ്പോ അറേഞ്ച് ചെയ്യാനും മറ്റും ബുദ്ധിമുട്ടല്ലേ? അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇവിടെ അതെല്ലാം ഉണ്ട്. ഗാഥ വന്നാൽ മാത്രം മതി. എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണം. വെറുതെ അങ്ങനെ ഇരുന്ന് ചിന്തിക്കാൻ പറ്റുമോ? കസ്തൂരി, ജ്യൂസ് എടുത്തോണ്ട് വരൂ. ശരി. ഗാഥമോള് വരൂ, മുറി ഞാൻ കാണിച്ചു തരാം. നവീൻ, സത്യത്തില് ഇപ്പൊ അത് ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യമില്ല. എന്നൊന്ന് ഒഴിവാക്കി തന്നാ. എടോ, അമ്മ വരെ പറയുന്നത് ഇതൊരു നിമിത്തമാണെന്ന്. ഞാനിവിടെ ഒരു കാര്യത്തിന് വരുമ്പോൾ താൻ മമ്മി കൊടുത്ത സംഭവനായിട്ട് ഇവിടെ വരുന്നു. ആകസ്മികമായിട്ട് ഭാര്യയും ഭർത്താവാണെന്ന് ഇവർ തിരിച്ചറിയുന്നു. നിൽക്കുന്നത് പ്രതികൂലമായൊരവസ്ഥയിലും അവരുടെ വിശ്വാസങ്ങളനുസരിച്ച് അതൊരു ദൈവത്തിൻ്റെ ഇടപെടലായിട്ട് അവർക്ക് തോന്നില്ലേ?